നമസ്കാരം. ഇത് സന്തോഷ് ഒളിമ്പസ് ആണ്. പ്രകൃതി കേന്ദ്രിത ജീവിതം, അതാണ് സർവൈവൽ മന്ത്ര എന്നുള്ള ഈ പ്രോഗ്രാമിന്റെ അവസാന ദിവസത്തെ വിഷയം. സാധാരണ എഴുതി തയ്യാറാക്കി നൽകുന്ന ഒരു സെഷന് പകരം നിങ്ങളോട് നേരിട്ട് സംവദിക്കാമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഒരുക്കമില്ലാതെ ഇങ്ങനെ സംസാരിച്ചു വരുന്നത്. പ്രകൃതി കേന്ദ്രിത ജീവിതം, പ്രകൃതിയെ കേന്ദ്രമാക്കിയുള്ള ജീവിതം. സത്യത്തിൽ വിഷമകരമാണ് അങ്ങനെ ഒരു പ്രയോഗം വേണ്ടിവരുന്നത്. പഴയ പല സമൂഹങ്ങളിലും ഗോത്രഭാഷകളില് പ്രകൃതിയെന്നോ ദൈവമെന്നോ ഉള്ള പദങ്ങൾ ഉണ്ടായിരുന്നില്ലത്രേ. കാരണം അവർക്ക് പ്രകൃതി എന്നോ ദൈവമെന്നോ ഉള്ള രണ്ട് കാര്യങ്ങൾ അവർക്ക് വേറെ കാണാൻ കഴിഞ്ഞിട്ടില്ല. വേറെ കാണാൻ കഴിയാത്ത, വേറിട്ട് കാണാൻ കഴിയാത്ത ഒന്നിന് എങ്ങനെയാണ് പേരിട്ട് വിളിക്കുക? പിന്നീട് മനുഷ്യൻ അവന്റെ സ്വത്വത്തിൽ നിന്നും, അവന്റെ യാഥാർത്ഥ്യത്തിൽ നിന്നും, അവന്റെ ചുറ്റുപാടിൽ നിന്നും, അവന്റെ ധർമ്മമെന്തോ അവന്റെ ഉത്തരവാദിത്വമെന്തോ അതിൽ നിന്നും മാറി നടക്കാൻ തുടങ്ങിയപ്പോ, മാറി ജീവിക്കാൻ ഒരുങ്ങിയപ്പോ അവന് പ്രകൃതിയുമായിട്ടുള്ള ആ പൊക്കിൾക്കൊടി ബന്ധം നഷ്ടമായപ്പോ അവന് ആ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ ഐഡന്റിഫൈ ചെയ്യാൻ പേരിടേണ്ടി വന്നു എന്നാണ് പറയുന്നത്. സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പരിസ്ഥിതിയെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എന്താണ് പ്രകൃതി എന്ന് ചോദിച്ചാൽ മരം, ചെടി, കൊടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, മല, പുഴ, മഴ, ഇതൊക്കെയാണ് പ്രകൃതി എന്ന് കുട്ടികൾ പറയാറുണ്ട്. BEd പോലുള്ള കോഴ്സുകൾ നടത്തുന്ന ട്രെയിനിങ് സെന്ററുകളിൽ പോകുമ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. സ്കൂൾ ക്ലാസ്സുകളിൽ ഇപ്പോ ഉള്ള കുട്ടികൾ ഞാനും എനിക്ക് ചുറ്റുമുള്ളതും എന്ന് ചേർത്തുകൂടെ പറയാറുണ്ട്. അത് ഏതോ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തിരുത്ത് വന്നതിന് ശേഷം ഉണ്ടായ പ്രതിഭാസമാണ്. പഴയ സ്കൂൾ കുട്ടികൾക്കൊന്നും അതും അറിയില്ലായിരുന്നു. അപ്പൊ ഞാനും ഭാഗമായിട്ടുള്ളതാണ് പ്രകൃതി എന്ന് പറയുന്നത്. നമ്മളിപ്പോ മുതിർന്ന ആളുകളോട് ചോദിച്ചാൽ എന്താണ് പ്രകൃതി എന്ന് ചോദിച്ചാൽ അവിടെയും ഇവിടെയും കാണുന്ന മരങ്ങളും ചെടിയും ഒക്കെയാണെന്ന് തന്നെ വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗവും. ഈ പ്രകൃതിയിൽ ഞാൻ പെടുന്നു എന്നുള്ളത് അഹങ്കാരിയായ മനുഷ്യൻ അംഗീകരിക്കാറില്ല. അപ്പൊ പ്രകൃതി എന്ന് വെച്ചാൽ എന്താണ്? പ്രകർഷേണകൃതമായത്, വിശിഷ്ടമായി രൂപം കൊണ്ടത്. വിശിഷ്ടമായി രൂപം കൊണ്ടതെന്ന് വെച്ചാൽ സ്വയമേവ സംഭവിച്ചത്, സ്വയമേവ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് പ്രകൃതി എന്ന് പറയുന്നത്. സ്വയം സംഘടിപ്പിക്കുകയും സ്വയം പരിചരിക്കുകയും സ്വയം സംരക്ഷിക്കുകയും സ്വയം വംശീകരിക്കുകയും ചെയ്യുന്നതാണ് പ്രകൃതി. അതിനെ തന്നെയാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നത്. അപ്പോ അതിനെ ഭൗതികമായി കാണുന്നതിനെയാണ് നമ്മൾ പ്രകൃതി, ദൃശ്യപ്രകൃതി എന്ന് പറയുന്നത്. എന്റെ ശരീരത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ പ്രകൃതി എന്ന് പറയുന്നത് എന്റെ ശരീരമാണ്. എന്റെ ശരീരത്തിന് തന്നെ ഇതിനെല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത ഒരു പ്രകൃതം ഉണ്ട്. പ്രകൃതം, അതിനെ എന്റെ ജീവൻ എന്ന് പറയാം. പ്രകൃതിക്ക് അങ്ങനെ ഒരു സംഘാടനം ചെയ്ത ഒരു സംവിധാനം, ഒരു പ്രതിഭാസം ഉണ്ടെങ്കിൽ ആ പ്രതിഭാസത്തെ വിശ്വാസികൾക്ക് ഈശ്വരൻ എന്ന് വിളിക്കാം. വിശ്വാസികളല്ലാത്തവർക്ക് എന്നുവെച്ചാൽ ദൈവവിശ്വാസം ഉള്ളവർക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദൈവമില്ല എന്നുള്ള വിശ്വാസമുള്ളവരുടെ കാര്യമല്ല. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവം എന്ന് വിളിക്കാം. ഒരു ശാസ്ത്രവിശ്വാസിക്ക് അതിനെ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിക്കാം. എന്താണെങ്കിലും എന്റെ ശരീരത്തിൽ ജീവനുണ്ട്, പ്രകൃതിക്കും അതുപോലൊരു ജീവനുണ്ട്. ആ പ്രകൃതിയുടെ ജീവനെ നമുക്ക് വേണമെങ്കിൽ ഈശ്വരീയം എന്ന് വിളിക്കാം. അതുപോലെ തന്നെ എന്റെ ശരീരത്തിന് അതെങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു പ്രോഗ്രാമിംഗ് സിസ്റ്റം ഉണ്ട്, ഒരു ആസൂത്രണ സംവിധാനമുണ്ട്. ആ ആസൂത്രണ സംവിധാനത്തെ മനസ്സെന്ന് വിളിക്കാം. അതുപോലെ തന്നെ എനിക്ക് എന്റെ ചുറ്റുപാടുമായി പൊരുത്തപ്പെടുവാനുള്ള ജന്മസിദ്ധമായ ശേഷികളുണ്ട്, ജനിച്ചതിന് ശേഷം ആർജിച്ച ശേഷികളുണ്ട്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശേഷികളുണ്ട്. ആ ശേഷി മൂലം ആർജിച്ച അവസ്ഥയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. എനിക്ക് മറ്റുള്ളവയുമായി പൊരുത്തമാകുവാനുള്ള ശേഷിയാണ് ജ്ഞാനം എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ശരീരത്തിനകത്തോ പുറത്തോ ഉള്ള കാര്യങ്ങളെ ചലിപ്പിക്കാൻ എന്നിൽ നിന്നും ചെല്ലുന്ന പ്രേരണ ശക്തിയുടെ രൂപത്തിൽ, പാരസ്പര്യത്തിന്റെ രൂപത്തിൽ നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ചൈതന്യം. അപ്പോ എൻ്റെ ഉള്ളിൽ എൻ്റെ ശരീരമായി നിൽക്കുന്നത് ആണ് പ്രകൃതി. അതുപോലെ തന്നെ അതിനെ സന്ധാരണം ചെയ്യിക്കുന്നതിനെ ജീവൻ എന്ന് പറയാം. നമുക്കൊരു മനസ്സുണ്ട്, അതുപോലെ തന്നെ പ്രകൃതിക്കൊരു മനസ്സുണ്ട്. അതിനെ പഴയ ആളുകൾ നിയതി എന്ന് വിളിക്കും. അതുപോലെ തന്നെ എനിക്ക് ഒരു ജ്ഞാനമുണ്ട്. എനിക്ക് എൻ്റെ ചുറ്റുപാടുമായി എങ്ങനെ പൊരുത്തപ്പെടണമെന്നറിയുന്ന ഒരു ജ്ഞാനമുണ്ട്. ആ ഞാനും എന്നെപ്പോലുള്ള 900 കോടി ആളുകളും അതിന്റെ എത്രയോ ഇരട്ടിയുള്ള ജീവജാലങ്ങൾക്കും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള മനസ്സുകളുണ്ട്. ഈ മനസ്സുകളെ എല്ലാം ഉൾക്കൊള്ളുന്ന ഭൂമിക്ക് അപ്പൊ എത്ര വലിയ മനസ്സുണ്ടായിരിക്കണം? കാരണം മനസ്സെന്നൊരു പ്രോഗ്രാമിംഗ് സിസ്റ്റമാണ്. ആ പ്രോഗ്രാമിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു ബോധവുമായി ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ ഈ മനസ്സിലാക്കൽ എന്നുള്ള പ്രക്രിയ ഉണ്ടാവുന്നത്. ആ ബോധത്തിന്റെ അവസ്ഥ അവിടെ ഇരിക്കട്ടെ. തൽക്കാലം നമ്മളത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്താൽ അത് തീരില്ല. അപ്പോ പ്രകൃതിക്കും ഒരു മനസ്സുണ്ട്. ആ പ്രകൃതിയുടെ മനസ്സാണ് നമ്മുടെ മുകളിൽ നിയതി, വിധി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത്. നമ്മളത് ആരോ കൽപ്പിച്ചു എന്നുള്ള രൂപത്തിൽ എടുക്കുന്നു. അതിന് പകരം പ്രകൃതിക്ക് പ്രകൃതിയുടെ നിയന്ത്രണ സംവിധാനങ്ങൾ, ആസൂത്രണ സംവിധാനങ്ങളുണ്ട്. ആ ആസൂത്രണ സംവിധാനത്തിനനുസരിച്ചാണ് പ്രകൃതിയുടെ അകത്തുള്ള ഘടകങ്ങളെല്ലാം പ്രവർത്തിക്കുക. അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിൽ പ്രവർത്തന ചൈതന്യം ഉള്ളതുപോലെ പ്രകൃതിക്കും ഒരു പ്രവർത്തന ചൈതന്യമുണ്ട്. ആ ചൈതന്യം ഉപയോഗിച്ചാണ് കാര്യങ്ങളെല്ലാം പ്രകൃതി നടത്തിക്കൊണ്ടുപോകും. ഏതൊരു ശരീരത്തിനും ആ ശരീരത്തിന്റെ ശേഷിക്കനുസരിച്ചാണ് കാര്യങ്ങളെ പ്രവർത്തിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുക. ശാരീരികമായ പ്രവർത്തനങ്ങളെ ശേഷിക്കനുസരിച്ച് പ്രവർത്തിച്ച് മുൻപോട്ട് കൊണ്ടുപോകുക. ശേഷിക്കും അപ്പുറത്തേക്കാണെങ്കിൽ അത് ക്യാരിയിങ് കപ്പാസിറ്റിക്ക്, വഹനക്ഷമതയ്ക്കും അപ്പുറത്താണ്. വഹനക്ഷമതയ്ക്കും അപ്പുറത്തുള്ള ഒന്നിനെ പ്രകൃതി താങ്ങുകയില്ല. അതിനെ നിരാകരിക്കും, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയും, അല്ലെങ്കിൽ അത് ഉടച്ചു കളയും, അതിനെ ഇല്ലാതാക്കും. നമ്മൾ നമുക്ക് ചുറ്റുമുള്ള പരിസരത്തെ നാം ഇരിക്കുന്ന കൊമ്പിനെ തന്നെ വെട്ടുന്ന സ്വഭാവമുള്ളവരാണെന്ന് നമുക്കറിയാം. പ്രകൃതി കേന്ദ്രിതമായ ഒരു ജീവിതം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എങ്കിലും മനുഷ്യൻ മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനുള്ള മനുഷ്യൻ, അതായത് ഒരു മോഡലില്ലാതെ, ഒരു പ്രത്യേക ഉദാഹരണങ്ങളില്ലാതെ തന്നെ ഭാവന ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്യാൻ ശേഷിയുള്ള മനുഷ്യൻ ഇവിടെ ജീവിച്ചു തുടങ്ങിയ കാലം മുതൽ അവൻ പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തന സംവിധാനത്തിൽ നിന്നും വേറിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോ പ്രകൃതിയുടെ സ്വാഭാവിക നിർദ്ധാരണം പാളുന്ന സമയത്തെല്ലാം തന്നെ അവൻ അതിനനുസരിച്ച് അനുരൂപപ്പെടുന്നതിനു പകരം അവൻ അതിന് അതിജീവിക്കാനുള്ള സങ്കേതങ്ങൾ ഉണ്ടാക്കി. ഈ അതിജീവന സങ്കേതത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് സുസ്ഥിരതയുമായി കണക്റ്റഡ് ആയിരിക്കില്ല. അതിജീവനം എപ്പോഴും വികസനത്തിന്റെ പാതയിലാണ്. അതിജീവിച്ച് ഇതിനപ്പുറം പോകലാണ്. പ്രകൃതിക്ക് ഒരു ചാക്രിക സ്വഭാവമുണ്ടെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. പ്രകൃതിക്ക് ചാക്രിക സ്വഭാവമുണ്ട്. പ്രകൃതിയുടെ സ്വാഭാവിക പ്രവർത്തനം നടക്കുന്ന സമയത്ത് ഈ ചാക്രികത മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അതേസമയം മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യുന്ന ഒരു ആസൂത്രണ സംവിധാനം നിലകൊള്ളുമ്പോൾ ചാക്രികതയല്ല, എപ്പോഴും ഒരവസ്ഥയിൽ നിന്നും കുറച്ചുകൂടെ മെച്ചപ്പെട്ടതെന്ന് അവൻ അനുമാനിക്കുന്ന മറ്റൊരവസ്ഥയിലേക്ക് പോകും. അവിടെ നിന്നും അടുത്ത അവസ്ഥയിലേക്ക് പോകും. ഇങ്ങനെ ഓരോ അവസ്ഥകളിലൂടെയും കടന്നു പോകുമ്പോൾ അവൻ ഈ ചാക്രിക നിയമം പാലിക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ അത് ഏത് വ്യവസ്ഥയിലാണോ ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ആ വ്യവസ്ഥയുടെ പരിധിയും കഴിഞ്ഞപ്പുറത്തേക്ക് പോകും. അതിനെ വഹനക്ഷമത എന്നാണ് പറയുക. അതിന്റെ പരിധിയെ വഹനക്ഷമത അല്ലെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റി എന്നാണ് പറയുക. ക്യാരിയിങ് കപ്പാസിറ്റിയുടെ അപ്പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഭാവനയാണ് ഇവിടെ പലപ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. പ്രകൃതി കേന്ദ്രിതമായ ഒരു ജീവിതത്തിൽ സ്വാഭാവികമായ പ്രവർത്തനങ്ങളുടെ സ്ഥാനത്ത് യുക്തിയും ഭാവനയും പ്രവർത്തിക്കുന്ന സമയത്ത് പ്രകൃതിയുടെ സ്വാഭാവികമായ ചാക്രികാവസ്ഥ നഷ്ടമാവുകയും അത് വികസനത്തിന്റെ പാതയിലൂടെ പോവുകയും ക്യാരിയിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുകയും ഒടുവിൽ അത് ഛിദ്രമായി പോവുകയും ചെയ്യും. അത്തരം ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. എന്തുകൊണ്ടാണിത്? മനുഷ്യകേന്ദ്രിതമായിട്ടാണ് നമ്മൾ കാര്യങ്ങളെ കണ്ടത്. മനുഷ്യന്റെ യുക്തി ഉപയോഗിച്ച് മാത്രമേ കാര്യങ്ങളെ കണ്ടുള്ളൂ. മനുഷ്യൻ മൂല്യങ്ങൾ കൽപ്പിക്കുന്നതിനനുസരിച്ചാണ് അവൻ കാര്യങ്ങളെ കണ്ടത്.
മനുഷ്യൻ എങ്ങനെയാണ് മൂല്യങ്ങളെ കൽപ്പിക്കുന്നത്? നമ്മുടെ പറമ്പിന്റെ അറ്റത്ത് ഒരു ചെടി ഉണ്ടെങ്കിൽ ആ ചെടി നമുക്ക് ഫലം തരുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നിരീക്ഷിക്കുക. നമുക്ക് ഫലം തരുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നോട്ടെ. നമുക്ക് ഫലം തരുന്നില്ലെങ്കിൽ അത് അവിടെ നിൽക്കേണ്ടതില്ല. നമുക്ക് ഫലം തരുന്നത് ലാഭകരമാണെങ്കിൽ അത് നിന്നോട്ടെ, ലാഭകരമല്ലെങ്കിൽ അത് പൊയ്ക്കോട്ടെ. അപ്പോ ലാഭം എന്നുള്ള കാര്യം, അതിന്റെ മൂല്യം നമ്മളാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ മുഖത്തു നോക്കി ഒരാൾ നിങ്ങളുടെ അഹത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ നിങ്ങളെ അസഭ്യം പറയുന്നു എന്നിരിക്കട്ടെ, നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങളെ വില കുറച്ച് അയാൾ കാണുന്ന സമയത്ത് നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾക്കകത്തുള്ള മൂല്യം എന്താണെന്ന്, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ തന്നെ ധരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൂല്യം നിങ്ങൾക്കാണ് അറിയുക, അത് മറ്റൊരാൾക്ക് അളക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇവിടെ ജീവിച്ചിരിക്കുന്ന സർവ്വജീവജാലങ്ങളും, സസ്യങ്ങളായിക്കോട്ടെ, മലകളായിക്കോട്ടെ, ഭൂമി തന്നെ ആയിക്കോട്ടെ, അവയുടെ മൂല്യം നമ്മളല്ല അളക്കേണ്ടത്. നമ്മൾ അളന്നുകൊണ്ടുള്ള ഒരു ഉൽപാദന സംവിധാനത്തിലാണ് GDP ഒക്കെ കണക്കാക്കുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ മൊത്തമുള്ള ഉൽപ്പന്ന സേവന ഉൽപാദനം ഒരു പ്രത്യേക കാലയളവിൽ എത്രയാണോ അതാണ് ആ രാജ്യത്തെ GDP. അങ്ങനെ ഒരു GDP കൊണ്ടല്ല ജീവിതത്തിന്റെ ക്വാളിറ്റിയെ അളക്കേണ്ടത്, ജീവിതത്തിന്റെ വികസനത്തെ അളക്കേണ്ടത്. പകരം സുസ്ഥിരമാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ നമ്മൾ അളക്കേണ്ടത് ഹാപ്പിനെസ് കൊണ്ടാണെന്നാണ് ഭൂട്ടാനിലെ രാജാവ് ആ രാജ്യത്ത് പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് പ്രകൃതിയുടെ നിയമം. നമുക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആകാൻ കഴിയുന്നുണ്ട്, നമുക്ക് എത്രത്തോളം സുസ്ഥിരമായി നിൽക്കാൻ കഴിയുന്നുണ്ട്, അതാണ് ഇവിടുത്തെ നിലനിൽപ്പിന്റെ അവസാന സൂത്രവാക്യം. നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത് ഹാപ്പിനെസ്സോടെ കൂടിയാണോ? നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മറ്റൊരു ജീവിയുടെ മൂല്യത്തെ ഹരിക്കുന്നതാണോ, അതിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു വീട് കെട്ടുമ്പോൾ, അല്ലെങ്കിൽ വീട് കെട്ടാൻ ഇഷ്ടിക വാങ്ങിക്കുമ്പോൾ, ഇഷ്ടികയുടെ ഉൽപാദനത്തിന്റെ സമയത്ത് അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദോഷം, ആരുടെങ്കിലും ജീവന് ഹാനി, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട്, പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഇഷ്ടിക കൊണ്ടുള്ള ഒരു വീടാണെങ്കിൽ ഇഷ്ടിക എന്നുള്ളതിന് പാരിസ്ഥിതിക ആഘാതമുണ്ട്. അപ്പോൾ അവിടെ മുതൽ തുടങ്ങുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഏതൊരു വസ്തു ഉപയോഗിക്കുമ്പോഴും, ഏതൊരു വസ്തു സ്വന്തമാക്കുമ്പോഴും അത് നമ്മുടെ കയ്യിലെത്തുന്നതിന് മുമ്പ്, കയ്യിലെത്തി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനുശേഷം അതുകൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ നമ്മൾ കാണുന്നത് അതിനെ ഈ GDP കണ്ടതുപോലെ അതിനെ ഒരു വസ്തുവായി മാത്രമാണ് കാണുന്നത്. മനുഷ്യകേന്ദ്രിതമായിട്ടുള്ള ഉപഭോഗ സംവിധാനത്തിന്റെ ഭാഗമായാണ് കാണുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ പ്രകൃതി കേന്ദ്രിതമായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല പോകുന്നത്. അതിന് ചാക്രിക സ്വഭാവം ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അതിന് സുസ്ഥിരതയും ഉണ്ടാവില്ല. സുസ്ഥിരമായിരിക്കണമെങ്കിൽ നമ്മൾ പ്രകൃതി കേന്ദ്രിതമായിട്ട് ചിന്തിക്കണം. പ്രകൃതി കേന്ദ്രിതമാണെങ്കിൽ എല്ലാ വ്യവസ്ഥാ നിയമങ്ങളും പാലിക്കണം. പ്രകൃതിയുടെ നിയമങ്ങളെ നാം കൃത്യമായി പാലിക്കണം. പ്രകൃതിയുടെ നിയമങ്ങളെ കൃത്യമായി പാലിക്കണമെങ്കിൽ പ്രകൃതിയുടെ നിയമങ്ങളെ നാം അറിയണം. പ്രകൃതിയുടെ നിയമങ്ങളെ നമ്മെ അറിയിക്കുന്ന സംവിധാനത്തെയാണ് നാം ശാസ്ത്രം എന്ന് വിളിക്കേണ്ടത്. പക്ഷെ ഇന്ന് ശാസ്ത്രം എന്ന് വിളിക്കുന്നത് സാങ്കേതിക ശാസ്ത്രത്തെയും സാങ്കേതിക സംവിധാനത്തിനെയും ആ സാങ്കേതിക സംവിധാനം എന്തായിരിക്കണമെന്ന് ഡിഫൈൻ ചെയ്യുന്ന കോർപ്പറേറ്റുകളുടെയും ഈ കോർപ്പറേറ്റുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന യൂണിവേഴ്സിറ്റികളുടെയും ഒക്കെ അധികാര പരിധിയിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ സുസ്ഥിര ജീവിതത്തില്, പ്രകൃതി കേന്ദ്രിത ജീവിതത്തില് നമ്മൾ ശ്രദ്ധിക്കുന്നത് മനുഷ്യ കേന്ദ്രിതമായിട്ടല്ല, മനുഷ്യൻ ഇടുന്ന വിലയനുസരിച്ചല്ല നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. പകരം പ്രകൃതിയുടെ അതിനകത്ത് ലീനമായിരിക്കുന്ന മൂല്യങ്ങളെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ ജീവിതത്തെ കാണേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു വാക്കില്, നോക്കില്, പെരുമാറ്റത്തില്, പ്രവൃത്തിയിൽ, ആ പ്രവൃത്തിയുടെ ആഫ്റ്റർ എഫക്റ്റിൽ ഒക്കെ തന്നെ അത് ഏതെങ്കിലും തരത്തിൽ ആഘാതം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് പ്രകൃതി കേന്ദ്രിതമല്ല, അത് മനുഷ്യകേന്ദ്രിതമാണ്. മനുഷ്യകേന്ദ്രിതം എന്ന് പറയുമ്പോൾ പലതരം കേന്ദ്രങ്ങളുണ്ട്. സങ്കേത കേന്ദ്രിതമുണ്ട്, തൊഴിൽ കേന്ദ്രിതമുണ്ട്, ധനകേന്ദ്രിതമുണ്ട്, GDP കേന്ദ്രിതം, ഉൽപാദന കേന്ദ്രമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ മുമ്പ്, കുറച്ചു കാലം മുമ്പൊക്കെ മതകേന്ദ്രിതമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. മതമായി കഴിയുന്നതിന് മുമ്പ് ഉള്ള ഒരവസ്ഥയിൽ അത് സ്വാഭാവികമായിട്ടും പരിസ്ഥിതി കേന്ദ്രിതമായിരിക്കും. അതിനിടയിൽ വൈദിക സംസ്കാരം അതിനകത്തേക്ക് കയറി നങ്കൂരം ഇടുന്ന സമയത്താണ് അത് മനുഷ്യകേന്ദ്രിത വസ്തുതയായിട്ട് മാറുന്നത്. നിലവിലുള്ള എല്ലാ വ്യവസ്ഥാപിത മതങ്ങളും വൈദികത കടന്നുകൂടിയതിനു ശേഷമാണ് പ്രകൃതി വിരുദ്ധമായിട്ട് മാറുന്നത്. അതിന്റെ ഒറിജിനൽ ഫോമിൽ ഇവയെല്ലാം തന്നെ പ്രകൃതി കേന്ദ്രിതമാണ്. അതുപോലെ തന്നെ നമ്മൾ
നമ്മൾ വീണ സമയത്ത് നമ്മൾ മനുഷ്യകേന്ദ്രിതമായിരുന്നില്ല, പ്രകൃതി കേന്ദ്രിതമായിരുന്നു. നമ്മളെ സംസ്കാരത്തിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ കടന്നുപോയ സമയത്താണ് നമ്മൾ മനുഷ്യകേന്ദ്രിതമായത്. നമ്മൾ ഇനി സുസ്ഥിരതയിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വികസനത്തിന്റെ പാതയിൽ നിന്ന് മാറി നിൽക്കണം. സുസ്ഥിര വികസനം എന്ന് പറയുന്ന ടേം തന്നെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ്. അത് ഒരു തികഞ്ഞ അസംബന്ധമാണ്. സുസ്ഥിര വികസനമില്ല, വികസനമുള്ളിടത്ത് സുസ്ഥിരത ഉണ്ടാവില്ല. വികസനം എന്ന് പറയുന്നത് എന്താണ്? ഒന്നിൽ നിന്നും ഒന്നിലേക്കും പോകുന്ന രേഖീയമായ ചിന്തയാണ്, യുക്തിയാണ്, ആശയമാണ്. അങ്ങനൊരു അവസ്ഥ പ്രകൃതിയിൽ ഇല്ല. ഭൂമിയുടെ രൂപം തന്നെ എടുക്കുക. ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. എങ്കിലും ഒരു വൃത്താകൃതി അല്ലെങ്കിൽ ഗോളാകൃതി അതിനുണ്ടല്ലോ. ആ ഗോളാകൃതി എന്ന് പറയുന്നത് ചാക്രികമാണ്. പ്രപഞ്ചത്തിലെ സർവ്വ സംവിധാനങ്ങളും, സ്വാഭാവികമായ സർവ്വ സംവിധാനങ്ങളും ചാക്രികമാണ്. അതിനു പകരം രേഖീയമായ രീതിയിൽ നമ്മൾ ഏത് കാര്യത്തെ നടപ്പിലാക്കുകയാണെങ്കിലും അത് അന്ത്യമുള്ളതാണ്, അത് സുസ്ഥിരതയില്ലാത്തതാണ്, അത് നശിക്കുന്നതാണ്. മനുഷ്യകേന്ദ്രിത ജീവിതം എപ്പോഴും നാശാത്മകമാകുന്നത് മനുഷ്യന് രേഖീയ യുക്തി മാത്രമേ പ്രവർത്തിക്കൂ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രകൃതി കേന്ദ്രിതമായ ഒരു ജീവിത ശൈലിയിലേക്ക് വരണമെങ്കിൽ അതിന്റെ ചാക്രികത നാം കാത്തുസൂക്ഷിക്കണം. മറ്റ് എല്ലാ വിന്യാസ നിയമങ്ങളും സൂക്ഷിക്കണം. ആ രീതിയിലുള്ളതിന് മാത്രമേ സുസ്ഥിരതയുണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളേവരും ഇതിനു മുമ്പ് പഠിച്ച പാഠങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് അതിന് ചാക്രികതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അത് പ്രകൃതി കേന്ദ്രിതമാണോ എന്ന് പരിശോധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്നതും കൊടുക്കുന്നതുമായ ഏത് കാര്യത്തിനും അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അതിന്റെ നിലനിൽപ്പിനെ, മൂല്യത്തെ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നിലനിൽപ്പിനെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടായാൽ അതിനുള്ള മറുപടി പിന്നീട് കിട്ടുന്നതായിരിക്കും. അതാണ് ഇപ്പോൾ നമുക്ക് കൊറോണയുടെ രൂപത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ എന്നുള്ളത് ചൈന ഉണ്ടാക്കിയോ അമേരിക്ക ഉണ്ടാക്കിയോ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാക്കിയോ ലാബിൽ ഉണ്ടായതാണോ എന്നുള്ളതൊന്നും നാം ഇവിടെ കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം ആരുണ്ടാക്കിയാലും അത് പ്രകൃതിയിലാണുള്ളത്. പ്രകൃതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രകൃതി ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത്തരം ഇമ്പാക്റ്റുകൾ, ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ വഴി ഇവിടെയുള്ള ഈ മനുഷ്യകേന്ദ്രിത ജീവിതത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള സർവ്വ മനുഷ്യന്മാരെയും ഇല്ലാതാക്കി പ്രകൃതിയുടെ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ആ ബാലൻസിലേക്ക് ആരെല്ലാം വഴങ്ങുന്നു, ആ ബാലൻസ് ആരെല്ലാം തിരിച്ചറിയുന്നു, ആ ബാലൻസിന് വേണ്ടി ആരെല്ലാം ജീവിതക്രമത്തിൽ മാറ്റം വരുത്തുന്നു, ആരെല്ലാം അതുമായി ചേർന്ന് പോകുന്നു, പ്രകൃതി കേന്ദ്രിതമായ ഒരു ജീവിതത്തിനകത്തേക്ക് ചേർന്ന് നിൽക്കുന്നുവോ അവർക്ക് സുസ്ഥിരതയുണ്ടാകും. നാം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഇക്കോ വില്ലേജും അത്തരത്തിലാണ് സുസ്ഥിരതയെ കണക്കാക്കുന്നത്. ചാക്രികമായ രൂപത്തിൽ വികസനങ്ങൾക്ക് പുറകെ പോകാതെ സുസ്ഥിരമായി എന്നും നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മളിവിടെ ചിത്രീകരിക്കുന്നത്. നിങ്ങൾ ഈ സുസ്ഥിര ജീവന പഠനത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളെ നാളെ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സമയത്തും അത് രേഖീയമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ചാക്രികമായിരിക്കട്ടെ, അത് പ്രകൃതി കേന്ദ്രിതമായിരിക്കട്ടെ. അതിന്റെ മൂല്യം എന്ന് പറയുന്നത് പ്രകൃതി തന്നെ തീരുമാനിക്കട്ടെ. ആ തീരുമാനം നമ്മൾ എടുക്കാതിരിക്കട്ടെ. അങ്ങനൊരു അവസ്ഥയിൽ നമുക്ക് സുസ്ഥിര ജീവനം സാധ്യമാണ്. ആ ഒരു വഴിയിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങളുടെ കൂടെ ചേർന്നുകൊണ്ടോ ഞങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിന്നുകൊണ്ടോ പ്രവർത്തിച്ചു തുടങ്ങുവാനായി ഞാൻ നിങ്ങളെ ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.